നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു സന്തോഷ വാർത്ത കൂടി പൊതുവേദി പ്രേക്ഷകരോട് അറിയിക്കാനുണ്ട്. കഴിഞ്ഞ 7 വർഷമായി സമയമാറ്റമില്ലാതെ തുടരുന്ന പരിപാടിയാണ് പൊതുവേദി. മറ്റ് ചാനലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വാർത്തകൾ പ്രേക്ഷകർക്ക് നൽകുക മാത്രമല്ല, പ്രേക്ഷകർക്ക് വിവിധ വിഷയങ്ങളിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള, അറിയിക്കാനുള്ള അവസരം കൂടിയാണ്. ഒരു ജനാധിപത്യ സ്പേസ് കൂടിയാണ് പൊതുവേദി. പ്രേക്ഷകരുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആരോടും വിയോജിക്കാനും ആർക്കെതിരെയും ആരോപണങ്ങളോ അല്ലെങ്കിൽ ആർക്കെതിരെയും വിയോജിച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ അഭിപ്രായം പറയാനുള്ള അവസരം കൂടിയാണ്. ആ അവസരത്തിന് പലപ്പോഴും വിളിക്കുന്ന പലർക്കും കോള് കിട്ടാറില്ല, പലർക്കും സമയം ലഭിക്കാറില്ല. നിരന്തരമായ പ്രേക്ഷകരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് പൊതുവേദി ഇനി മുതൽ 1 മണിക്കൂർ ആക്കുകയാണ്. 4:30 മുതൽ 5 വരെ എന്നുള്ള സമയം മാറ്റി ഇനി 4 മുതൽ 5 വരെ എന്നുള്ള സമയത്തിലേക്കാണ് പൊതുവേദി. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറോളം സമയമുണ്ട്. പ്രേക്ഷകർക്കടക്കം, കൂടുതൽ പ്രേക്ഷകർക്ക്, നിരന്തരം വിളിക്കുന്നവർക്കടക്കം ഇനി അവരുടെ കോളുകൾ കിട്ടുമെന്നും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്നത്തെ വിഷയം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. പാലക്കാട് തോൽവിയെ തുടർന്ന് കെ സുരേന്ദ്രൻ്റെ രാജി ആവശ്യം പരസ്യമായും രഹസ്യമായുമെല്ലാം BJP-യിൽ ഉയരുന്നുണ്ട്. ഇന്ന് രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചു എന്നുള്ള ചില വാർത്തകൾ വന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എവിടെയും അദ്ദേഹം അത് നിഷേധിച്ചില്ല. പക്ഷേ അത് സ്ഥിരീകരിക്കാനും അദ്ദേഹം തയ്യാറായില്ല. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ ഈ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്, കേന്ദ്ര നേതൃത്വമാണ് ആവശ്യപ്പെടേണ്ടത്, അമ്മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണവും. എന്തായാലും ആ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. എന്തായാലും സമയം 1 മണിക്കൂറിലേക്ക് നീട്ടിയ ഈ പൊതുവേദിയിൽ ആദ്യ പ്രേക്ഷകനായിരുന്നത് കോഴിക്കോട് നിന്നും ശ്രീ പ്രേമനാണ്. ശ്രീ പ്രേമൻ, താങ്കൾ നിരന്തരം വിളിക്കുന്ന ആളാണല്ലോ. എന്തായാലും ഇന്നിപ്പോൾ 1 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് കുറേ കൂടി ആളുകളെയൊക്കെ ഇനി വിളിക്കുമ്പോഴെല്ലാം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം BJP-ക്കുള്ളിൽ ഉയരുന്നുണ്ട്, അത്തരം ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ശ്രീ പ്രേമൻ പറഞ്ഞോളൂ. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കെ സുരേന്ദ്രൻ്റെ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ ഒരു ഭാഗം ഉയർത്തുന്നുണ്ട്. അത് രഹസ്യമായി മാത്രമല്ല, ചിലരൊക്കെ പരസ്യമായി വന്ന് അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു എന്ന് പറയുന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല, സ്ഥിരീകരിച്ചിട്ടുമില്ല. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സത്യത്തിൽ പറഞ്ഞ രാജി വെക്കുക തന്നെ ചെയ്യണം. സന്ദീപ് വാര്യരും അങ്ങനെ തന്നെയാ പറയുന്നത്. രാജി വെക്കണം തന്നെയാണ് പറയുന്നത്. സന്ദീപ് വാര്യർ വേറൊരു പാർട്ടിയിലെ ആളല്ലേ ഇപ്പോൾ? അയാൾ പറയുന്നല്ലോ ആ പാർട്ടി തന്നെ. അദ്ദേഹത്തിന് അവരുടെ പാർട്ടിയിൽ നിന്നിട്ട് നീതി കിട്ടിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും 3-ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണയും 3-ാം സ്ഥാനത്തായിരുന്നു. വോട്ടിൽ ആണ് കുറവ് ഉണ്ടായത്. അതന്നെ, 3 തോൽവി. ക്ഷമിക്കണം, 2-ാം സ്ഥാനത്താണ്. ഇത്തവണയും 2-ാം സ്ഥാനത്താണ് പാലക്കാട്. 3 നിന്നിട്ടും ആരും ജയിച്ചില്ലല്ലോ, തോൽവിയല്ലേ സംഭവിച്ചത്. ഇതിനു മുമ്പും അങ്ങനെ ജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരു തവണയല്ലേ ജയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. ശരി. പോത്തൻകോട് നിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കളും നേരത്തെ പൊതുവേദിയിൽ വിളിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ഞങ്ങൾ സമയം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് വർദ്ധിപ്പിക്കുകയാണ്. 1 മണിക്കൂറാണ് ഇനി മുതൽ പൊതുവേദി ഉണ്ടായിരിക്കുക. 4 മുതൽ 5 വരെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ BJP-യിൽ ഉയരുന്ന വിവാദങ്ങൾ അത് കഴമ്പുള്ളതാണോ? അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഞാനാണ് ഈ 1 മണിക്കൂർ സമയത്തിന് വേണ്ടി ഇത്രയും ദിവസം സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. ശരി, എന്തായാലും താങ്കളുടെ ആവശ്യം നിങ്ങളെ സുഹൃത്തുമായിട്ടായിരുന്നു നമ്മള് എന്റെ വാഗ്വാദം മൊത്തവും. ശരി, മനുവായിട്ട് പറഞ്ഞിരുന്നു താങ്കൾ, എനിക്കറിയാം. മനു ഞാനുമായിട്ടായിരുന്നു ഇത് ശരിയാവൂല, ഈ 1 മണിക്കൂർ സമയം വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് പറയാനോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പരസ്യവും പിന്നെ ആരെങ്കിലും കയറി ചുമ്മാ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിച്ചുകൊണ്ടങ്ങിരിക്കും. ഓരോരുത്തരും ഓരോ രീതിയല്ലേ. നമുക്ക് അങ്ങനെ ആളുകളെ പൂർണ്ണമായി എന്തെങ്കിലും മോശപ്പെട്ട പറഞ്ഞാൽ നിയന്ത്രിക്കാമെന്നുള്ള അല്ലാതെ ഇത്രയെങ്കിലും സമയം കൊടുത്തേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാല് 2 വാക്ക് പറയാനുള്ള നമ്മളെ മനസ്സിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത സംസാരമാണ്. ആദ്യത്തെ ദിവസമല്ലേ, അപ്പൊ നമുക്ക് 1 മണിക്കൂർ ആക്കിയതല്ലേ. ചെയ്യും. ശരി, എന്തായാലും താങ്കൾ പറഞ്ഞോളൂ, കട്ട് ചെയ്യില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഈ 4 ഇടയ്ക്ക് പോക്കില്ലായിരുന്ന സമയത്തൊക്കെ ഈ BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ പണത്തിന്റെ കൊഴുപ്പ് വന്ന് കയറിപ്പോയി. സത്യമാണ് പറയുന്നത്. ഞാനൊക്കെ ഇതില് എന്റെ കുഞ്ഞുനാൾ പോലെയൊക്കെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. പണത്തിന്റെ കൊഴുപ്പ് ഒന്ന് കയറിയപ്പോണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചോ എന്ന് പറയും പോലെ ആയിപ്പോയി പ്രവർത്തനങ്ങളെല്ലാം. അതാണ് ഇതിൽ നടക്കുന്ന മുഴുവനും.
കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് വിചാരിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിക്കൊണ്ടൊന്നും ആരും രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിണറായിയൊക്കെ എന്നേ രാജിവെക്കണം. ഒന്നും അല്ലെങ്കിൽ വാസവൻ അതിന്റെ ഇലക്ഷന്റെ ചാർജ് ഉണ്ടായിരുന്ന വാസവനൊക്കെ എന്നേ രാജിവെച്ചു പോകണം. അതിലൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇനി കുറച്ച് ദിവസം കൂടെ കണ്ടേ ഉള്ളൂ പുള്ളിക്കാരന് ഇതിൽ തുടരാനായിട്ട്. അത് കഴിച്ചിട്ട് അദ്ദേഹം രാജിവെച്ച് പോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കട്ടെ, അടുത്ത ആള് വരട്ടെ, ഇത് നേരെ കൊണ്ടുപോട്ടെ. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും പറഞ്ഞുകൊണ്ട് രാജിവെക്കൂ എന്ന് പറയുന്നതൊക്കെ വിഡ്ഢികളാണ്. അതിന്റെ ആവശ്യമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ കഴിഞ്ഞ മുൻകാലങ്ങളിലെ പ്രകടനങ്ങൾ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. സുനിൽകുമാറാണ് അങ്കമാലിയിൽ നിന്നും. ശ്രീ സുനിൽകുമാർ, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്, അതോ നേരത്തെയൊക്കെ വിളിച്ചിട്ടില്ലേ? ശരി, എന്തായാലും നേരത്തെയൊക്കെ സ്ഥിരം വിളിക്കുന്ന പ്രേക്ഷകരായിരുന്നു പ്രധാനമായും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നത്. അരമണിക്കൂർ എന്നത് പോരാ, 1 മണിക്കൂറെങ്കിലും വേണം, ഇത്രയും പേർക്ക് സംസാരിക്കേണ്ടതല്ലേ എന്നൊക്കെ. എന്നാലും താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? കെ സുരേന്ദ്രൻ രാജി വെക്കേണ്ട കാര്യമുണ്ടോ? കെ സുരേന്ദ്രൻ രാജി വെച്ചാലും അടുത്തൊരു പ്രസിഡന്റ് വന്നാലും ഇതിനപ്പുറമാണ് കാര്യം നടക്കാൻ പോകുന്നത്. പക്ഷെ ഇതിനകത്ത് വി മുരളീധരനാണ് ഇതിനകത്ത് കളിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം പുള്ളിക്ക് ഇപ്പം കേന്ദ്രത്തിൽ ഇപ്പൊ വലിയ ഇതില്ലല്ലോ, മന്ത്രിസ്ഥാനങ്ങൾ പോയി തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പം അടുത്ത പ്രസിഡന്റ് സ്ഥാനമാകാൻ വേണ്ടി പുള്ളി അതിൽ ശരിക്കൊരു ഒരുമിച്ചല്ലായിരുന്നു ആയിക്കോട്ടെ. എന്തായാലും പുള്ളിക്ക് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുമ്പോ അതിന് ഒരു ഇതുണ്ടല്ലോ, പുറകിൽ നിന്ന് കളിക്കുന്നതിനേക്കാളും മുന്നിൽ കളിക്കാനല്ലേ പുള്ളിക്ക്. അപ്പം പുറകിൽ നിന്നോണ്ട് പുള്ളി കളിക്കുന്ന കളിയാണ്. അല്ലാതെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, കാലാകാലങ്ങളിൽ വോട്ട് കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുദാഹരണമാണ് പത്തളം മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സന്റെ ഹസ്ബൻഡ് പറയുന്നത് ഭാര്യയും ഭർത്താവോടെ കളിക്കുന്നു. അതിൽ കളിയുണ്ട്. അല്ലാതെ പാലക്കാട് കൃഷ്ണകുമാറിന്റെ ഭാര്യയും ഉണ്ടാവാം, പക്ഷേ കൃഷ്ണകുമാർ മാത്രമേ കുറ്റക്കാരൻ. നേരത്തെ പറയുന്നത് അവിടെ ഈ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ഒക്കെ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിക്കുകയോ അല്ലെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രകടനമൊക്കെ ഉണ്ടാകാമായിരുന്നു. ഒന്നുകൂടെ ക്യാബിനറ്റ് പദവിയുള്ള കുറെ ആൾക്കാരും പ്രവർത്തനത്തിന് കുറച്ചുകൂടെ ഒരു വോട്ട് കൂട്ടാൻ പറ്റേ അല്ലെങ്കിൽ വിജയത്തോടെ അടുത്ത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടിയുണ്ട്. രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു പരാജയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കേണ്ടതുണ്ടോ? ഹലോ, രതീഷ്, എറണാകുളം മുടക്കുഴ പഞ്ചായത്തിലാണ്. ശരി, ഓക്കെ. താങ്കൾ ബി.ജെ.പിയുടെ പ്രവർത്തകനാണോ അതോ? അല്ല, എനിക്ക് ഒരു പാർട്ടിയായിട്ടും പ്രവർത്തനം കാര്യങ്ങളൊന്നുമില്ല. ശരി, ഓക്കെ. എന്നാലും താങ്കൾ അഭിപ്രായം ഞാൻ വിലയിരുത്തുന്ന ആളാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇവിടെ ശരിക്കും ശോഭാ സുരേന്ദ്രൻ നിന്നായിരുന്നെങ്കിൽ നല്ലൊരു വിജയപ്രതീക്ഷയുള്ള സ്ഥലമായിരുന്നു. കാലങ്ങളായിട്ട് ബി.ജെ.പി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അത് 1ാം സ്ഥാനത്തേക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ കെ സുരേന്ദ്രൻ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതിനു മുമ്പുള്ള ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. സുരേന്ദ്രന്റെ കാലത്തല്ലേ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞത്? ശോഭാ സുരേന്ദ്രൻ ഇരിക്കും മുമ്പ് പാലക്കാട് നിന്ന് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടല്ലോ, ഇല്ലേ? അല്ല, അതല്ലേ ചോദിച്ചത്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴല്ലേ? അത് ഇലക്ഷൻ രാഷ്ട്രീയപരമല്ലാത്ത രീതിയിൽ ഒരുപാട് വോട്ട് സുരേഷ് ഗോപി സാറിന് കിട്ടിയാണ്. എങ്ങനെയായാലും ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നത് വലിയ സംഭവമല്ലേ? ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കും പറഞ്ഞത്. മോശമൊന്നുമല്ല. കാരണം കുഞ്ഞിലെ മുതൽ ശരിക്കും സംഘത്തിന്റെ പ്രവർത്തനവുമായിട്ട് ധ്വജപ്രണാം ചെയ്ത് വളർന്നു വന്ന ആളാണ്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകർ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്നും ശ്രീമതി ഉഷ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ഉഷ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത്? ഈ പാലക്കാട് ബി.ജെ.പി ഉദ്ദേശിച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ അപ്പോഴും 2ാം സ്ഥാനം നിലനിർത്താനോ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ കെ സുരേന്ദ്രൻ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോട് 2ാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ബി.ജെ.പിക്ക് ഉണ്ടായ സീറ്റ് പോയതല്ലല്ല, ഇത്തിരി വോട്ട് കുറഞ്ഞതല്ലേ. അതിപ്പോ ഈ ശ്രീധരന്റെ വോട്ട് ചിലപ്പോ കിട്ടണമെന്നില്ല. അടുത്ത പ്രാവശ്യം അത് ജയിച്ചു. ഇപ്പൊ ഒരു നേരത്തെ ലോക്സഭയിലേക്ക് സി കൃഷ്ണകുമാർ കിട്ടിയ വോട്ടും ഇപ്പൊ കിട്ടിയില്ല. പിടിക്കാനുള്ള കാര്യങ്ങളാ നോക്കേണ്ടത്. ഇപ്പൊ സുരേന്ദ്രൻ ഇരുന്ന കാലത്തൊക്കെ വോട്ട് കൂട്ടിക്കൊണ്ടാ വന്നേക്കണേ ഇവിടെ ഓരോ സമയത്തും. പക്ഷെ പാലക്കാടിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ ശ്രീമതി ഉഷ, പാലക്കാടിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ നമുക്ക് പാലക്കാട് 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 40,076 വോട്ട് കിട്ടിയതാണ്. 2021 ഈ ശ്രീധരൻ 50,000 ഇപ്പോൾ അതിനേക്കാളും കുറവാണ്. ഇപ്പോൾ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നിർത്താൻ പറ്റില്ലല്ലോ. ആലപ്പുഴയിൽ നിന്ന് വോട്ട് കൂട്ടി. ആലപ്പുഴ മണ്ഡലം ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടിരുന്ന അടുത്ത പ്രാവശ്യം നമുക്ക് ലോക്സഭയിൽ കയറാൻ പാടില്ലേ?
അതല്ലേ ഏറ്റവും ശരി, നല്ലത്. ഓക്കേ, ആ എന്തായാലും സ്ഥലം വിടാതെ അവിടെ ഞാനൊരു ആലപ്പുഴ ജില്ലേനെ അറിയാവുന്ന ഒരാളും കൂടിയാണ്. ശരി, അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ ശോഭാ സുരേന്ദ്രന്റെ കറക്റ്റ് ആയിട്ട് നടന്നാലേ അടുത്ത ലോക്സഭാ സീറ്റ് പിടിക്കാൻ പറ്റും. അതിപ്പോ 1.5 വർഷം പാലക്കാട് ഭരിച്ചിട്ട് അവിടെ വല്ല കാര്യം അല്ലെങ്കിൽ കുറച്ച് അവിടെ ഈ നാളത്തേക്ക് പറയുന്ന പാലക്കാട് പോലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമൊന്നും അല്ല. അല്ല അത് 2ാം സ്ഥാനത്ത് നിൽക്കേണ്ട. അടുത്ത പ്രാവശ്യം 1ാം സ്ഥാനത്താവും ശോഭാ സുരേന്ദ്രൻ. 3ാം ആലപ്പുഴ സ്ഥാനം ഒരുപാട് ജില്ലയിൽ സ്ഥലത്തില്ലേ? അവിടെ തന്നെ നല്ലോണം പ്രവർത്തിച്ചോണ്ടിരുന്നാലി. ശരി, ഓക്കെ, എന്തായാലും താങ്കളുടെ അങ്ങനെ പ്രതീക്ഷ ഉണ്ട് അങ്ങനെ കാര്യം. അങ്ങനെ നമുക്ക് ഇവിടെ മറ്റൊരു സുരേന്ദ്രൻ രാജിവെക്കേണ്ട ഒരു ശരി, കാര്യമില്ല. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ അച്യുതനാണ്, അത് ഒളവണ്ണയിൽ നിന്നാണ്. ശ്രീ അച്യുതൻ, താങ്കൾക്ക് ഈ പാലക്കാട്ടെ അവസ്ഥയൊക്കെ അറിയാമായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് പാലക്കാട് ബി.ജെ.പിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? കൃഷ്ണകുമാർ ആയതുകൊണ്ട് പരാജയപ്പെട്ടതാണോ? ബി.ജെ.പിന്റെ പരാജയമായിട്ട് കണക്കാക്കരുത്. അതെല്ലാ പാർട്ടിക്കും അങ്ങനെ വരും. പക്ഷെ ഇതിപ്പോ സുരേന്ദ്രന്റെ ആ കാലാവധി വരെ സുരേന്ദ്രൻ നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ശോഭാ സുരേന്ദ്രന്റെ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, രണ്ട് അഭിപ്രായം ഉണ്ടല്ലേ? കെ സുരേന്ദ്രൻ നിൽക്കട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ ആവട്ടെ എന്നും. അതെ. ശരി, ഓക്കെ, എന്തായാലും അങ്ങനെ എന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം തന്നെയാണ് താങ്കൾ പറയേണ്ടത്. ശ്രീ അച്യുതന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കൊല്ലത്ത് നിന്നും ശ്രീ അരവിന്ദാക്ഷാണ് ചേരുന്നത്. ശ്രീ അരവിന്ദാക്ഷൻ, താങ്കൾ എങ്ങനെയാണ് ഈ ബി.ജെ.പി രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കൊല്ലത്ത് എവിടെയാണ് വീട്? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു. സുരേന്ദ്രനോട് രാജിവെക്കാൻ പാർട്ടിയിൽ ആരും പറഞ്ഞില്ല. ഇന്ന് രാവിലെ ചാടിക്കേറി പറഞ്ഞു ഞാൻ രാജിവെക്കാൻ പോവാണെന്ന്. അതിനൊക്കെ നല്ല രാജിവെക്കുന്നതല്ലേ നല്ലത്. പുള്ളി പറഞ്ഞില്ല ഞാൻ രാജിവെക്കുകയാണെന്ന്. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല പുള്ളി രാജിവെക്കുകയാണെന്ന്. പറഞ്ഞു, ആദ്യത്തെ പത്രത്തിൽ കണ്ടല്ലോ. ഇല്ല, കെ സുരേന്ദ്രൻ നിങ്ങളുടെ ന്യൂസിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ അരവിന്ദാക്ഷൻ, ഇതേ ന്യൂസിൽ കണ്ടു ഞാൻ രാജിവെക്കാൻ പോവാണ്. ശ്രീ അരവിന്ദാക്ഷൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞോട്ടെ അദ്ദേഹം ഔദ്യോഗികമായി രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്ത സ്ഥിരീകരിച്ചില്ല. അദ്ദേഹം അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അതിന് അത് തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം എന്തായാലും അങ്ങനെ അറിയിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം നമ്മളോട് പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അയാൾ എതിർക്കണമായിരുന്നു. എതിർക്കാത്തത്തോളം കാലം അന്തസ്സായിട്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്? വർഷങ്ങളായിട്ട്. ഏത് പാർട്ടിയാണ്? ഞാൻ ഗുജറാത്തിലായിരുന്നു. അതെ, ഏത് പാർട്ടിയാണ്? ഇതേ പാർട്ടി തന്നെ. ബി.ജെ.പി കാരനാണ്. ബി.ജെ.പി തന്നെയാണ്. ഈ സുരേന്ദ്രന്റെ കാലത്തല്ലേ ഈ സുരേന്ദ്രന്റെ കാലത്തല്ലേ നിങ്ങൾക്ക് ഒരു MP ഒക്കെ കിട്ടിയത്? സുരേന്ദ്രന്റെ കാര്യത്തിൽ രാജിവെക്കാൻ ആരും പറഞ്ഞില്ലായിരുന്നു. പിന്നെ എന്തിനു വേണ്ടി ചാടിക്കേറി നേതാക്കളൊക്കെ പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് അയാൾ രാജിവെക്കുക, വീണ്ടും കേന്ദ്രത്തിൽ എന്ത് പറയുന്നു അതനുസരിക്കുക. ശരി, ഓക്കെ, എന്തായാലും അങ്ങനെ അതായിരിക്കും മര്യാദ. ശ്രീ സന്തോഷാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയണം. ഒരാളെ പോലും കൂടെ നിൽക്കുന്നവരെ കളയരുത്. പൊതുവായിട്ട് ആൾക്കാരെ കൊണ്ടുള്ള പവറുണ്ട്. ഇത് കൂടെ നിൽക്കുന്നവരെ കളഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കസേരയില്ല, അല്ലെ അവരെ ഒന്ന് വിളിച്ച് സന്ധി എന്താ വിഷയം എന്താ അത് നമുക്ക് സോൾവ് ചെയ്യാം, പങ്കെടുക്കും, അല്ല ഞാൻ അങ്ങോട്ട് വരാം, നമുക്കിത് കഴിഞ്ഞല്ലേ ചർച്ച ചെയ്യാം. ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്നേ ഉള്ളല്ലോ. എന്ന് പറഞ്ഞാൽ സന്ധി കാണിച്ചാൽ ശരിയാന്നല്ല, സന്ധി കാണിച്ചാൽ അതിനെക്കാട്ടും വലിയ തെറ്റും. അങ്ങനെ പറയാനാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സൈരനൊക്കെ പോയില്ലേ? അപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിലെ സുധാകരന് അല്ലെങ്കിൽ CPM-ലെ G സുധാകരന് ഇതുപോലുള്ള നല്ല ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ജനങ്ങൾ സേവിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് കൊള്ളാന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ നിന്ന് അവര് നല്ല തീപ്പൊരി വർത്തമാനം പറയും. നമ്മള് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അവരുടെ വായിലൂടെ മുഖത്ത് നോക്കി പിണറായി വിജയനോടാണെങ്കിലും VD സതീശനോടാണെങ്കിലും ഇനി നരേന്ദ്രമോദി എല്ലാം കാണിച്ചാൽ ചിലപ്പോൾ അതും വരും. അങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ശരി, എന്തായാലും പിണറായി വിജയനോടും പറഞ്ഞോട്ടെ, ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും ആ പാർട്ടിയിൽ നിന്ന് പറഞ്ഞുള്ള അവസ്ഥ. അതിന് അങ്ങനെ കാണിക്കണമെന്നല്ല പറഞ്ഞു. അതുപോലെ അതായത് ഇപ്പൊ നരേന്ദ്രമോദി അങ്ങ് അത്തരക്കാരനായിട്ട് തോന്നിയിട്ടില്ല. നമ്മളിപ്പോ എല്ലാ ഭാഗത്തും നല്ല ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന കൂട്ടത്തിൽ നിഷ്പക്ഷനാണ്. പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചരിത്രം ഇഷ്ടംപോലെ MLA ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ അനിൽകുമാറാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് എന്താണ് ഈ കെ സുരേന്ദ്രൻ രാജിവെക്കണം എന്നുള്ള ആവശ്യക്കാരുടെ ഒപ്പമാണോ അതോ അതിനെതിരായിട്ടുള്ള നിലപാടാണോ? സാർ, തീർച്ചയായിട്ടും രാജിവെക്കണം. കാരണം എന്താണ് തീർച്ചയായിട്ടും രാജിവെക്കണം. അതിനുള്ള കാരണം എന്താണ്? കാരണം നമ്മുടെ ഒരു പാർട്ടി നേതാവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ മാനിക്കണം. നമ്മുടെ കൂടെ ഉള്ളവരുടെ അത് തന്നെയല്ല,
ഇപ്പം ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ആളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച ആളെ അവിടെ നിർത്തണം. ഇപ്പൊ സന്ദീപ് വാര്യരെ തന്നെ അവർ നിസ്സാരെന്ന് വരുത്തിയില്ലേ പുറത്തു കളഞ്ഞത്. അതൊന്നും ശരിയായ കാര്യമല്ല. ശ്രീ അനിൽകുമാർ, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഒരു പാർട്ടിയുടെ അധ്യക്ഷനെ സംബന്ധിച്ച് എപ്പോഴും വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് ആ പാർട്ടിയുടെ പ്രകടനം വെച്ചിട്ടാണ്. കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടി. കേരളത്തിൽ BJPക്ക് ഒരു MP ആദ്യമായി ചരിത്രത്തിലുണ്ട്. ഇതിനു മുമ്പ് ഇരുന്ന ആർക്കും അങ്ങനെ ഒരു MP പാർട്ടിയിൽ നിന്ന് ജയിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കെ സുരേന്ദ്രന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കെ സുരേന്ദ്രൻ ആളെ കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത്? കെ സുരേന്ദ്രൻ BJPയിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിപ്പിച്ച ഒരു നേതാവല്ലേ? ഇല്ല സാർ, എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സുരേഷ് ഗോപി സാർ ജയിച്ചെന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ഒരു കഴിവുകൊണ്ടാണ്. ശ്രീകൃഷ്ണകുമാർ തോറ്റത് ശ്രീകൃഷ്ണകുമാറിന്റെ കുഴപ്പമുണ്ടാണെന്ന് പറഞ്ഞൂടെ? ഏതാ? അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചാൽ സുരേഷ് ഗോപിയുടെ നേട്ടം, സി കൃഷ്ണകുമാർ തോറ്റാൽ സുരേന്ദ്രന്റെ കുഴപ്പമില്ല. ഈ കൃഷ്ണകുമാർ നിന്നപ്പോൾ തന്നെ പാർട്ടിയിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി അപ്പൊ പുള്ളിക്ക് പിടിവാശി പോലെ എന്റെ ആളെ നിർത്താം. ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. അത് പിന്നെ BJPയിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും നമുക്ക് തോന്നുന്ന കാര്യം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക. ശ്രീ അനിൽകുമാർ, താങ്കൾ BJPയുടെ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. അത് അറിയില്ല എനിക്ക്. ഞാൻ BJPയുടെ പ്രവർത്തകനല്ല. പക്ഷെ ഞാൻ അനുഭാവിയാണ്. ശരി, പക്ഷെ അപ്പൊ അനുഭാവിയാകുമ്പോൾ താങ്കൾ നോക്കേണ്ടത് ഇതിനു മുമ്പ് ഇരുന്ന കക്ഷികൾക്കൊന്നും ഒരിക്കൽ ഒരു നിയമസഭയിലേക്ക് കൊണ്ടുവന്ന സീറ്റ് അല്ലാതെ അതിനു മുമ്പ് ഇരുന്ന ആർക്കും അങ്ങനെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതിപ്പോ ഈ എന്താ ചക്ക വീണ് മുതലാകുന്ന പോലെ അതിപ്പം സുരേഷ് ഗോപി ജയിച്ചത് പുള്ളിയോട് ഒരു 5 വർഷം പ്രവർത്തിച്ചതിന്റെയാണ്. സുരേന്ദ്രന്റെ കഴിവുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ. ഒരു സംസ്ഥാന പ്രസിഡന്റ് സ്വാഭാവികമായും ഏത് പാർട്ടിയുടെ പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി മറ്റേ കോൺഗ്രസ് തോറ്റാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനും കെ സുധാകരന്റെ നേരെയല്ലേ ചോദ്യങ്ങൾ വരുന്നത്? അല്ലെങ്കിൽ CPM പരാജയപ്പെട്ടാൽ മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദന് നേരെയല്ലേ ചോദ്യങ്ങൾ വരുന്നത്? അതുപോലെ തന്നെയല്ലേ ഇതങ്ങനെയല്ലോ. ഈ തുടക്കം ഇപ്പം മറ്റുള്ളവരെ വെറുപ്പിച്ചോണ്ടല്ലേ ഇപ്പം പലർക്കും ഇതിനും നല്ല സ്ഥാനാർത്ഥികളുണ്ടായിട്ട് അവരെ വെറുപ്പിച്ച് പിന്നെ അവരെ ഇല്ലാതാക്കിയല്ലേ. സന്ദീപ് വാര്യരെ അല്ലാതെ വേറെ ആരാണ് പോയത്? സന്ദീപ് വാര്യര് അല്ല സാറേ പറയും. സന്ദീപ് വാര്യർ കാണിച്ചത് അതിനും വലിയ വൃത്തിയാണ്. ഒരു പാർട്ടിയെ ഇന്ന് വരെ ഒരാൾ ഇന്ന് കാണുന്നവരെ അപ്പാന്ന് വിളിക്കും. അതല്ല ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് ഒരു പാർട്ടിയുടെ ആശയം തെറ്റാണെന്ന് തോന്നിയാൽ അയാൾക്ക് മറ്റേ ആശയത്തിലേക്ക് സന്ദീപ് വാര്യരെ കാണിച്ചത് തെറ്റ്. അയാൾ അവിടെ ഇന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ നേതൃത്വത്തെ മനസ്സിലാക്കണമായിരുന്നു. എന്താ സുരേന്ദ്രൻ കാണിച്ചത് ശരിയായില്ല. മലപ്പുറത്ത് നിന്നും ശ്രീ രാജീവ് കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കെ സുരേന്ദ്രന്റെ മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. പലരും പരസ്യമായി അടക്കം അങ്ങനെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം താങ്കൾ ആ ആവശ്യത്തോട് യോജിക്കുന്നുണ്ട്? സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുരേന്ദ്രൻ രാജിവെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ച സമയത്ത് സുരേന്ദ്രനോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് അതൊരു പാർട്ടിയുടെ തോൽവി ഒരിക്കലും അത് മറ്റുള്ളവരുടെ മേലെ പഴി ചാരുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുരേന്ദ്രൻ അതിന്റെ ഒരു ഉത്തരവാദിത്വമില്ലേ ഈ പാലക്കാട്ടെ പരാജയത്തിൽ? അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടൊന്നും മേടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ശരിക്കും സുരേന്ദ്രൻ ഈ രാഷ്ട്രീയത്തിലെ ശരിക്കും സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം തന്നെയാണ് BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നമുണ്ട്. നിതിനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ നിതിൻ, താങ്കൾക്ക് എങ്ങനെയാണ്? താങ്കൾ ഈ BJP രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് BJPക്കുള്ളിൽ നിന്ന് തന്നെ ചില ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ചിലർ പരസ്യമായിട്ടടക്കം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അത്തരക്കാരുടെ ആവശ്യത്തോട് എങ്ങനെയാണ് താങ്കൾ യോജിക്കുന്നുണ്ടോ? കെ സുരേന്ദ്രൻ രാജിവെക്കണം എന്നെനിക്ക് അഭിപ്രായമില്ല. കാര്യം അദ്ദേഹം വോട്ട് വെച്ച് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ പാലക്കാട് വോട്ട് കുറഞ്ഞു. അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലം പാലക്കാട് മാത്രമായിരുന്നു. അതെ, പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു. അവിടെ വോട്ട് വല്ലാതെ കുറഞ്ഞു. വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം സുരേന്ദ്രൻ ഒത്തിരി നാളായി ഇപ്പൊ BJP സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പുതുമ വേണം. അപ്പോൾ ഇന്ന് വരെ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വനിത ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കുറച്ചുകൂടി വോട്ട് അവർക്ക് പിടിക്കാം. അപ്പൊ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ, എന്നാൽ താങ്കളുടെ അഭിപ്രായം അങ്ങനെ. കണ്ണൂരിൽ നിന്നും ശ്രീ വിനോദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെയും പാർട്ടികളുടെ ഈ അധികാരത്തെയും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? അതെ സാർ. ഇപ്പോ കെ സുരേന്ദ്രൻ രാജിവെക്കണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിയാണ്. അതെ. അപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിലും കേരളത്തിലും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്.
അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം ഒരു പാർട്ടി ജയിക്കും, മറ്റേ പാർട്ടി തോൽക്കും. അപ്പൊ ആ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ രാജിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാക്കന്മാരില്ലാത്തൊരവസ്ഥ വരില്ലേ? നേതാക്കന്മാരില്ലാത്ത അവസ്ഥയൊന്നും വരില്ല ഒരു പാർട്ടിക്കും. ഒരാൾ രാജിവെച്ചു എന്ന് കരുതിയുണ്ട്. ഒരു പാർട്ടിയിലും അത്രത്തോളം അങ്ങനെ നേതൃക്ഷാമൊന്നുമില്ല. അതല്ല സാർ, ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോൽക്കും. അപ്പൊ ഈ ജയിക്കുന്ന പാർട്ടി പിന്നെ അതുകൊണ്ടല്ലേ പാലക്കാടിനെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് BJPക്ക് ഒരു അഭിമാന പോരാട്ടമായിരുന്നു. BJP കഴിഞ്ഞ തവണ ചെറിയ 4000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അല്ലല്ല, എന്റെ അഭിപ്രായം ഈ തോൽവി മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പിലെ പരാജയവും അവർ നേതാക്കന്മാർ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം. ശരി, ആലപ്പുഴയിൽ നിന്ന് ശ്രീ ശശി കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശി, താങ്കൾക്ക് ശ്രീ ശശി കേൾക്കാമോ? ഓക്കെ, താങ്കൾ ആലപ്പുഴ എവിടെയാണ്? എവിടെയാണ്? മന്നം. ശരി, ഓക്കെ. എന്നാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കെ സുരേന്ദ്രനെ പോലെ പ്രസിഡന്റ് രാജിവെക്കണം എന്നുള്ള അഭിപ്രായമാണോ, രാജിവെക്കണ്ടെന്നാണോ? അത് രാജിവെക്കണം തന്നെ. ഇതിന്റെ കാലാവധിയൊക്കെ 3 കൊല്ലമാണ് സാറേ. 3 കൊല്ലം കഴിഞ്ഞ് 6 കൊല്ലമായില്ലേ? അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവധി ഇനിയും തുടരുകയാണ്. അതാ പറയുന്നത്, 3 കൊല്ലം കഴിഞ്ഞിട്ടും രാജിവെക്കില്ല, 6 കൊല്ലം കഴിഞ്ഞാൽ രാജിവെക്കില്ല. മറ്റുള്ള അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലാവധി ഇനിയും ഉണ്ട്. കാലാവധിയുണ്ട്, പക്ഷെ സുരേഷ് ഗോപി ചോദിച്ചത് അയാളുടെ ക്രെഡിബിലിറ്റി ഉണ്ടോ, അല്ലാണ്ട് സുരേന്ദ്രനായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഈ സി കൃഷ്ണകുമാർ തോറ്റത് എങ്ങനെയാണ്? എന്താ പറയാ, സി കൃഷ്ണകുമാർ തോറ്റതിൽ സുരേന്ദ്രന് പങ്കുണ്ടോ? അയാൾക്ക് പങ്കുണ്ടോ വെച്ചാൽ അയാളല്ല അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ജയിച്ചതിന്റെ ഉത്തരവാദിത്വം ഇല്ല, തോറ്റതിന് മാത്രം ഉത്തരവാദിത്വം ഉള്ളതാണോ? പ്രസിഡന്റിനാണല്ലോ സാർ അതിന്റെ ഉത്തരവാദിത്വം. ഒരു തെരഞ്ഞെടുപ്പ് ശ്രീ ശശി, അന്നേരം ജയിച്ചതിന് ഉത്തരവാദിത്വം ഇല്ല, തോറ്റാൽ മാത്രമേ പ്രസിഡന്റ് ഉത്തരവാദിത്തം ഉള്ളൂ, അങ്ങനെയാണോ? അല്ലെന്നേ, അതിന് ഇയാൾ എവിടെ ജയിപ്പിച്ചിരിക്കുന്നു കേരളത്തില്? തൃശ്ശൂർ അതേ കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ തൃശ്ശൂരിൽ ആദ്യമായി ഈ കേരളത്തിന്റെ 65 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു MPയെ കിട്ടിയത്? അത് സാറേ, അത് സുരേഷ് ഗോപി സാറിന്റെ ക്രെഡിബിലിറ്റിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ സുരേന്ദ്രനും BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു പങ്കുമില്ല. അയ്യോ, അത് ജനങ്ങൾക്കറിയാമല്ലോ സാറേ. തൃശ്ശൂർ ഇറങ്ങാൻ അങ്ങനെയാണെങ്കിൽ ജയിച്ചെടുത്ത് ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് കൊടുത്താൽ തോറ്റെടുത്ത് പിന്നെ മാത്രമായി എങ്ങനെയാണ് ഈ പ്രസിഡന്റിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്? അല്ല, അങ്ങനെ 6 കൊല്ലമല്ലേ സാറേ, ഇനി രാജിവെക്കില്ല എന്ന് പറയാം. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പിൻഗാമികൾക്കും വേണ്ട സാറേ. ശരി, വേണം, അതൊക്കെ വേണം. എപ്പോഴും പാർട്ടി പറയാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹം തുടരണ്ടെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. താങ്കൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് മറുവാദം കൂടി സ്വാഭാവികമായും ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തുണക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ മര്യാദയ്ക്ക് നല്ലൊരു ആങ്കറാണ് അതൊക്കെ. പക്ഷെ സന്ദീപ് വാര്യർ പറയുന്നത് ഈ ആശയത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല, ഇത് വെറുപ്പിന്റെ ആശയമാണ്, മറ്റുള്ളവരെ മതവിദ്വേഷത്തിന്റെ ആശയമാണ്, അതിനോട് യോജിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതല്ല, അയാൾ അത് പറഞ്ഞ കാരണമല്ല. പുള്ളി ഒരാൾ പോയ ഏതുവരെ പോയി നോക്കട്ടെ, എല്ലാം നോക്കട്ടെ. ഇപ്പൊ അയാൾ നോക്കിയില്ലേ? അല്ല, ആശയപരമായി യോജിക്കാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക്, അതിന് BJPക്കായാലും CPM-നായാലും കോൺഗ്രസ് ആയാലും നിലനിർത്താൻ കഴിയും? കഴിഞ്ഞിട്ടില്ല, അയാൾ എത്ര കാലം ഇപ്പൊ കാത്തിരുന്നു. ഇതിൽ ആരെങ്കിലും ഒരു ഫോൺ കോൾ വിളിച്ച് നമുക്ക് ഇലക്ഷൻ എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ ജോയി ആണ് ചവറയിൽ നിന്നും. ശ്രീ ജോയി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. അതൊരു ശക്തനായ ഒരു നേതാവാണ് BJPയുടെ നിലനിൽക്കുന്ന കേരളത്തില്. അപ്പൊ അടുത്ത ഇലക്ഷന് അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ വർക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പാലക്കാട് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പാലക്കാട് ഇത്തവണ വല്ലാതെ പിന്നിൽ പോയി. അത് ശരിയാണ്. പക്ഷെ ഇനിയിപ്പോ 1.5 വർഷത്തോടെ കഴിയുമ്പോ നിയമസഭ വരത്തില്ല. ഇപ്പൊ അവർക്കൊരു ചെറിയ വീഴ്ച കഴിഞ്ഞ നിയമസഭയേക്കാൾ കുറഞ്ഞു, ലോക്സഭയേക്കാൾ കുറഞ്ഞു ഈ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ. താഴോട്ടാണ് ഗ്രാഫ് പോകുന്നത്. ഒരു 10,000-ഓളം വോട്ടിന്റെ ഒരു ചോർച്ച അവർക്ക് സംഭവിച്ചു. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അത് മനസ്സിലായി. അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ തുടരുക തന്നെ വേണമെന്നാണ് എന്റെ ഒരു ചെറിയ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. മലപ്പുറത്തു നിന്നും ശ്രീ പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ പ്രസാദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇലക്ഷനിൽ തോറ്റൊരു കാര്യങ്ങൾ വോട്ട് കുറഞ്ഞു എന്നുള്ളതിൽ തോൽവി സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോ ഒരാൾ രാജിവെക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ കുറെ പേര് അങ്ങനെ രാജിവെക്കണമല്ലോ, അങ്ങനെയുള്ള കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇപ്പൊ പൊതുവെ ഉണ്ടായ ഒരുപാട് സംഭവത്തിൽ BJP നല്ലൊരു ശക്തി ആർജിച്ചു കൊണ്ടുവന്നത് സുരേന്ദ്രൻ തന്നെയാണ്. അതിലങ്ങനെ സുരേന്ദ്രൻ ആ ഒരു കാര്യം, ഒരു സന്ദീപ് വാര്യരായിട്ട് അങ്ങനത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അയാൾ മാറണം, അയാൾ രാജിവെക്കണം എന്ന് പറയുന്നതുകൊണ്ട് വലിയ ഇതായിട്ട് തോന്നുന്നു. അതല്ല, അവർ കണക്ക് പറയുന്നത് ഈ ശ്രീധരൻ 50,000 വോട്ട് പിടിച്ച സ്ഥലമാണ്,
അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ 40,076 വോട്ട് പിടിച്ച സ്ഥലമാണ്. അവിടെയാണ് ഈ 10 വർഷത്തിന് ശേഷം BJPക്ക് സംസ്ഥാനത്താകെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ വളർച്ച ഉണ്ടാകുമ്പോൾ ഇവിടെ ആ വളർച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല BJP പ്രതീക്ഷിച്ച ഒരു വോട്ട് പോലും കിട്ടിയില്ല. കയ്യിലിരുന്ന വോട്ട് ഇത് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ പല ഏറ്റക്കുറച്ചിലുകളും വരും. ശരി, അതിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ളതിലൊന്നും നമുക്ക് അതിൽ കണക്ക് കൂട്ടിയിട്ട് വിലയിരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിൽ ശരി, ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസ് 18 പൊതുവേദി തുടരും. സുരേന്ദ്രൻ രാജിവെക്കണോ എന്നുള്ള വിഷയത്തിൽ. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. പാലക്കാട് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇന്നു മുതൽ ന്യൂസ് 18 പൊതുവേദി 4 മണി മുതൽ 5 മണി വരെയാണ്. നിങ്ങളൊക്കെ ഇനി വിളിച്ചാൽ സ്വാഭാവികമായിട്ടും കിട്ടുന്നില്ല എന്നുള്ള പരാതിക്ക് വലിയൊരളവിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കെ സുരേന്ദ്രൻ്റെ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് BJPക്കുള്ളിൽ നിന്ന് ഉയരുന്നു എന്നുള്ള വിഷയമാണ്. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എന്റെ പോലുള്ളവരുടെ ചിലരുടെയൊക്കെ ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നുള്ളതിൽ ആദ്യം നിരേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് 1 മണിക്കൂർ നമ്മൾ പണ്ട് മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലമായി താങ്കളൊക്കെ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് തന്നെ നന്ദി രേഖപ്പെടുത്തുന്നത്. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ വയനാട്ടില് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോഴത്തേക്കും 10 പൈസ സഹായിക്കാഞ്ഞതിന്റെയും അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോയൊരു എം പി ജനകീയ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത് പോയൊരു MP ആര് മന്ത്രിയാകുകയും ചെയ്തിട്ട് ആ മനുഷ്യനാണ് സുരേന്ദ്രനേക്കാൾ ഉത്തരവാദിത്തം ഇവിടെ പരാജയത്തിൽ. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ സമ്മർദ്ദം ചെലുത്തി എന്തെങ്കിലും അത് പുള്ളിക്കും ഗുണം ചെയ്യുമായിരുന്നു, അത് കേന്ദ്ര സർക്കാരിനും ഗുണം ചെയ്യുമായിരുന്നു, BJPക്കും ഗുണം ചെയ്യുമായിരുന്നു, പാലക്കാട് ഇലക്ഷന് ഗുണം ചെയ്യുമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ സുരേന്ദ്രനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സുരേന്ദ്രൻ വിചാരിച്ചായിരുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മണ്ഡലത്തിൽ കുറച്ച് വോട്ട് കൂടിയില്ലേ? എന്തായാലും പറയാത്ത CPMന്റെ തന്നെ പറഞ്ഞത് അപകടകരമാണ്, BJPയുടെ വോട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞു അടുത്ത മണ്ഡലത്തിൽ. അപ്പൊ പിന്നെ ഈ പറയുന്നതിൽ എന്തർത്ഥം കൊണ്ടെന്നാണ് കിരണം? ശരിയല്ല ഞാൻ പറയുന്നത്. ശരിയാണ്. പക്ഷേ അതിനകത്തൊരു ചെറിയ വിഷയം, ഈ പാലക്കാട് മണ്ഡലം ചേലക്കര പോലെയല്ല. ചേലക്കര വോട്ട് കൂടി അത് സുരേന്ദ്രന് വേണമെങ്കിൽ അഭിമാനമായി പറയാം. പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 50,000 വോട്ടിലേക്ക് ശ്രീധരൻ എത്തിച്ചു. ശ്രീധരനാണ് അതുകൊണ്ട് കിട്ടിയ വോട്ടാണെന്ന് പറയാം. പക്ഷേ C കൃഷ്ണകുമാർ തന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 43,072 വോട്ടുണ്ടായിരുന്നു. 10 വർഷം മുമ്പ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും അവർക്ക് ഇതിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വോട്ട് കുറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പിഴവാണ് എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അത് അതിനകത്തൊരു വേറെ വിഷയം ഉണ്ടെങ്കിലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഏറ്റവും ചർച്ചാ വിഷയം ഇപ്പോൾ അവിടെ BJP നടക്കുന്നത്. അവിടെ അവരുടെ ഭരണ ഘടകാര്യസ്ഥതയും അവർക്ക് സംഭവിച്ച പാളിച്ച് ആണ് അവിടെ തന്നെ വോട്ട് ആ മുനിസിപ്പാലിറ്റി തന്നെ വോട്ട് കുറയാൻ കാരണം അതാണെന്ന് അവിടെ വിലയിരുത്തലുണ്ട്. അത് നമ്മൾ കേൾക്കണ്ടേ? അന്ന് മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഋതുലാണ് എറണാകുളത്ത് നിന്നും. ഋതുൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 7ാം ക്ലാസ്സിലാണ് നിന്ന് പഠിക്കുന്നത്. അപ്പൊ നമസ്തേ സാർ. അപ്പോൾ ഈ വെറുതെ BJP പാർട്ടിയിൽ ഇരിക്കുന്ന ഈ സുരേന്ദ്രൻ എന്തിനാണ് രാജിവെക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ചോദ്യം. പിന്നെ 2 മണ്ഡലങ്ങള് പാലക്കാട് അതേപോലെ തന്നെ വയനാട്, ഈ 2 മണ്ഡലങ്ങളും വർഗീയ പാർട്ടികൾ ജയിച്ചു, തീവ്രവാദികളാണ് ജയിച്ചത്. അതെങ്ങനെയാണ് ശ്രീ ഋതുൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? വർഗീയ പാർട്ടികൾ ജയിച്ചു അവിടെ 2ഇടത്തും ജയിച്ചത്, ഒരിടത്ത് CPM-ഉം ഒരിടത്ത് കോൺഗ്രസും അല്ലേ മോനെ ജയിച്ചത്? അവിടെ ആ പാർട്ടികളെ നമ്മൾ എങ്ങനെയാണ് വർഗീയ പാർട്ടികൾ എന്ന് വിളിക്കുന്നത്? ശരിയാണോ? ശരിയാണ്. അത് ശരിയല്ല മകൻ. അങ്ങനെ ഒരു കാരണവശാലും അത് രണ്ടും എല്ലാ മതത്തിലെയും സമുദായത്തിലെയും ആളുകളൊക്കെ ഉൾപ്പെടുന്ന പാർട്ടികളാണ്. CPM ആയാലും കോൺഗ്രസ് ആയാലും. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മറ്റേതെങ്കിലും ചെറുകിട ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഏക ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് BJP മാത്രമാണ്. അങ്ങനെയല്ല. ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ജനസംഖ്യ ഉള്ളത് ഹിന്ദു ജനസംഖ്യയാണ്. ആ ഹിന്ദു ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്ന പാർട്ടി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ടേ BJP-യിലേക്ക് വരുന്നുള്ളൂ. CPIM എന്ന് പറയുന്നത് വളരെ വളരെ നാട്ടുകാർക്ക് ഗുണം ചെയ്യാത്ത, ഒന്നും കൊള്ളില്ലാത്ത ഒരു പാർട്ടിയാണ്. മോൻ എന്തായാലും അത്തരം പാർട്ടി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനി പഠിക്കൂ. എന്തായാലും കേരളത്തിലെ മഹാഭൂരിപക്ഷം പേർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് CPM-നെ അല്ലേ? ആ CPM-നൊപ്പം അല്ലേ? നമ്മൾ മതത്തിന്റെ പേരിലാണോ? നമ്മൾ മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടികൾക്ക്
ഈ കേരളം വിട്ട് വേറെ എങ്ങോട്ട് പോകാൻ പറ്റും ഋതുൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാ മതത്തിലെ ആളുകളെയും സഹോദരങ്ങളെ കാണണ്ടേ? എല്ലാ മതത്തിലെ ആളുകളെ സഹോദരങ്ങളായി കാണണം. പക്ഷെ ആൾക്കാർക്ക് ഗുണം ചെയ്യാത്ത ഒരു പാർട്ടിയെ നമുക്ക് ആവശ്യമുണ്ടോ? ആളുകൾക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ ആൾക്കാർ വീണ്ടും അതേ പാർട്ടിയെ തന്നെ കേരളത്തിൽ ജയിപ്പിക്കുന്നത്. കേരളത്തിലെ ആളുകൾക്ക് BJP-യേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും BJP-യേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണ് CPM എന്നും BJP-യേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണ് CPI എന്നും BJP-യേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും ഒക്കെ ആളുകൾക്ക് തോന്നിയിട്ടല്ലേ ആളുകൾ ഭൂരിപക്ഷം പേരും അവർ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവരെല്ലാം ദ്രോഹം ചെയ്താൽ അവർ വോട്ട് ചെയ്യുമോ? കേരളത്തിലെ ആളുകൾ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ? ചുരുങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളം വിട്ട് വേറെ എങ്ങ് പോയാലും മോനെ, കേരളത്തിലെ ആളുകൾ മോൻ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ആളുകളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ? ഇപ്പം മോൻ്റെ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം തന്നെ വിദ്യാഭ്യാസമുണ്ട്. അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ സാധാരണ ജോലി ചെയ്താൽ കൂലി കിട്ടാത്ത അവസ്ഥയില്ല. അങ്ങനെ മെച്ചപ്പെട്ട കൂലി കിട്ടുന്ന അവസ്ഥയുണ്ട്. ജോലി ചെയ്താൽ കൂലി കിട്ടാത്തൊരു അവസ്ഥ, അങ്ങനത്തെ ഒരു കാര്യം നിലവിൽ ഭാരതത്തിലില്ല BJP സർക്കാർ ഭരിക്കുന്നത് മൂലം. ശരി, ഓക്കെ. എന്തായാലും മോൻ ഇത്തരം കാര്യങ്ങളൊക്കെ 7ാം ക്ലാസ്സിലേ ആയുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ ഏതായാലും 7ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന് പ്രത്യേക നന്ദി. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾക്കപ്പുറം സ്വന്തം നിലയിൽ കൂടി വായിച്ചും പഠിച്ചുമൊക്കെ നമ്മൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക്, അല്ലാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ വർഗീയമായി ചിന്തിക്കുന്ന ഹിന്ദുക്കളുടെ പാർട്ടി, മുസ്ലിങ്ങളുടെ പാർട്ടി, ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നൊക്കെ മട്ടിലേക്ക് കുട്ടികളുടെ ഉള്ളിലേക്ക് അത് കടത്തിവിടാതിരിക്കാൻ പരമാവധി മാതാപിതാക്കളും പൊതുസമൂഹം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടി ഏതോ ആയിക്കോട്ടെ, അത് ഹിന്ദുവിൻ്റെ പാർട്ടിയിൽ നിന്നും ക്രിസ്ത്യാനിയുടെ പാർട്ടിയിൽ നിന്നും മുസ്ലിമിൻ്റെ പാർട്ടിയിൽ നിന്നൊക്കെയുള്ള വർഗീയ വിഷം കുട്ടികളുടെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചുറ്റുപാടും നിൽക്കുന്നവരാണ്, അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നവരാണ്. ആ ഒരു ശ്രദ്ധ കൂടി ഈ ഋതുലിൻ്റെ മാതാപിതാക്കൾ കൂടി ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഏത് രാഷ്ട്രീയവും സ്വീകരിക്കുന്നതിന് തെറ്റില്ല, പക്ഷേ വർഗീയത അതിലേക്ക് കടന്നു വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്ക് ശ്രീ സ്കറിയയാണ് ചെറുപുഴയിൽ നിന്നാണ് വിളിച്ചത്. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? BJP-യെ പോലെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ വലിയ ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവർ ഉള്ളിൽ നിന്ന് തന്നെ ചിലർ പറയുന്നു കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന്. രാജിസന്നദ്ധത അറിയിച്ചുവെന്ന് സുരേന്ദ്രൻ്റെ വാർത്തയെ സുരേന്ദ്രൻ നിഷേധിക്കുന്നില്ല, സ്ഥിരീകരിക്കുന്നുമില്ല. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം. ഒരു മണിക്കൂർ ആക്കിയതിന് പ്രത്യേകം നന്ദി. കാരണം സ്ഥിരം വിളിക്കുമ്പോൾ പറയുന്നതായിരുന്നു അതെ, ഒരു മണിക്കൂറാക്കണമെന്നൊക്കെ താങ്കൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രേക്ഷകർക്ക് അവസരം കിട്ടുന്നില്ലെന്ന് പറയാനുള്ള കാരണം സുരേന്ദ്രൻ രാജിവെക്കണോ രാജിവെക്കണ്ടേന്ന് അവരുടെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. അല്ലാതെ സുരേന്ദ്രൻ തീരുമാനിക്കണം, അല്ലാതെ കേരള സമൂഹത്തിൻ്റെതില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ അടുത്ത നാട്ടുകാരൻ ശ്രീ CK പത്മനാഭനാണ് ഈ പാർട്ടി വളർത്താനായിട്ട് മാരാറ് കഴിഞ്ഞാല് കൂടുതൽ. ഇപ്പം പത്മനാഭന്റെ പേര് പോലും കേൾക്കുന്നില്ല. CK പത്മനാഭൻ പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. BJP-ക്കാരന് രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. അവരുടെ ഒന്നും പേര് കേൾക്കുന്നില്ല. അപ്പൊ ഇതിനകത്തല്ല ഈ എല്ലാ പാർട്ടിയിലും അഴുക്കുകൾ വന്ന് കയറി കിടന്ന് എല്ലാം പറയാം. ഇതിനകത്ത് തോക്കാനോ ജയിക്കാനോ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ആ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഈ V മുരളീധരൻ പറഞ്ഞാ ഒരിച്ചു പോയെന്ന് പറയുന്നത് തെറ്റാണ്. 3 വാർഡ് പോയെന്ന് പറയുള്ളൂ. ഒരു പൈസ കിട്ടിയില്ല പാവങ്ങൾക്ക്. ഈ സുരേന്ദ്രൻ രാജിവെക്കാനായിട്ട് അവിടെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനാ പറയേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പത്മജ ഈയിടെ ഇന്നലത്തെ ആണോ ഇരിക്കാത്ത അവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞു, നമ്മുടെ മുരളീധരൻ പറഞ്ഞു ഞങ്ങളുടെ പാലക്കാട് നഗരസഭ പിടിക്കുമെന്ന് പറഞ്ഞപ്പോ മുരളീധരനല്ല, മുരളീധരന്റെ അച്ഛൻ കർണാരം വന്നാൽ പോലും നടക്കൂലെന്ന്. അപ്പൊ മുരളീധരന്റെ അച്ഛൻ കർണാരനാണെന്നുള്ള അറിയാമെങ്കിൽ കൃത്യമായിട്ടും മറ്റേ പത്മജ ഇപ്പൊ ഏത് പാർട്ടി പോകണം? പത്മജയുടെ അമ്മേനെ മാക്കൂട്ടം എന്തോ പറഞ്ഞെന്നും പറഞ്ഞാണ് BJP-യിലേക്ക് പോയത്. അപ്പൊ ഒറിജിനലായിട്ട് മറ്റേ പത്മജയുടെ അമ്മയെ അങ്ങനെ ഒന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരു പൊളിറ്റിക്കൽ കോൺഗ്രസിൽ പറഞ്ഞതാണ്. അത് തെറ്റായ ഒരു വ്യാഖ്യാനം കൂടിയായിരുന്നു. നേരത്തെ പറഞ്ഞാണല്ലോ മുരളീധരന്റെ അച്ഛൻ ശ്രീമാൻ കരുണാകരൻ വന്നാലും പാലക്കാട് പിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പത്മജ. അപ്പൊ ഇതുപോലെ അഴുക്കുകൾ പോകണം. ഈ രാഷ്ട്രീയത്തിൽ കുറെ കുത്തേജ് കുറെ പുഴുക്കുത്തുകളുണ്ട്. പിന്നെ നേതൃത്വ പടവ് വേണം. കാരണം കോഴ മറ്റേ കാസർഗോഡ് മത്സരിച്ചപ്പോ അവിടെ ഭീഷണിപ്പെടുത്തല് ഈ സാമ്പത്തികമൊക്കെ വലിയ വിഷയമാണ്. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകണം. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ജയകുമാറാണ്. ശ്രീ ജയകുമാർ, എന്തായാലും താങ്കളും സ്ഥിരമായി പൊതുവേദിയിൽ വിളിക്കുന്ന ആളാണ്. പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചാണ് കൂടുതൽ പേർക്ക് വിളിച്ചത്. നമുക്ക് തന്നെ അറിയാം, പലരുടെയും കണക്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുമൊക്കെ ഉണ്ട്. കൂടുതൽ പേർ വിളിക്കുന്നത് കാരണം പലപ്പോഴും കോളുകൾ പോലും അത്രയും പേരെ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത് മാനിച്ചാണ് നമ്മൾ 1 മണിക്കൂറാക്കുന്നത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. നമസ്കാരം. സമയം വർദ്ധിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ശരി, ഓക്കെ. ഈ തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? ഞാന് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ശരി, ഓക്കെ. എന്താ പറയണ്ട, സിറ്റിയാണ് സാറേ, സിറ്റിയാണ്. സിറ്റിയിലാണ്. ശരി, ഓക്കെ. പിന്നെ ഈ
സുരേന്ദ്രന്റെ രാജി എന്ന് പറഞ്ഞാൽ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അവരുടെ പാർട്ടിയുടെ. അതിൽ നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും നോക്കില്ല. കാരണം ഓരോ പാർട്ടിയുടെയും നമ്മൾ CPM ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആളുകൾ അഭിപ്രായം പറയല്ല. ആ പാർട്ടിക്കാർ മാത്രമല്ല. ഇപ്പോൾ പാലക്കാട് ചേലക്കരയിലൂടെ തോറ്റിരുന്നെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആളുകൾ പറയില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് പാലക്കാട് പരാജയപ്പെട്ടിരുന്നെങ്കിൽ K. സുധാകരനും VD സതീശനും ഒക്കെ രാജിവെക്കണമെന്നല്ല. അതുപോലെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. സാറേ അതില് വ്യത്യാസമുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞതിനകത്ത് വ്യത്യാസമുണ്ട്. CPM എന്ന് പറയുന്നത് ഭരണപക്ഷമാണ്, അപ്പൊ ജനങ്ങൾക്ക് മൊത്തം അഭിപ്രായം പറയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷമാണ്, ജനങ്ങൾക്ക് മൊത്തം അഭിപ്രായം പറയാം. BJP എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ട് അവരൊരു പാർട്ടിയുടെ മാത്രം അഭിപ്രായമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഓക്കെ. ആ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നൊന്ന് സാറേ, പുള്ളിയുടെ നിലനിൽപ്പ് പുള്ളിക്ക് നോക്കണ്ടേ? അപ്പൊ പലരെ അങ്ങോട്ട് ചിലപ്പോൾ വെട്ടി വീഴ്ത്തേണ്ടി വരും, പലരുടെയും വാക്കുകൾ കേൾക്കാതിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണെങ്കിൽ 10-20 സീറ്റല്ല, കൂടുതൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത പാർട്ടികളുണ്ട് നമ്മുടെ ഇതില്. അപ്പൊ അവരുടെ നേതാക്കന്മാർ എന്തുമാത്രം രാജിവെക്കണം? കെട്ടിവെച്ച പൈസ കിട്ടാത്ത 0.2% വോട്ടുള്ള പാർട്ടികളുണ്ട്, ഇവിടുത്തെ മെയിൻ പാർട്ടികളുണ്ട്. CPM ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ നേതാക്കന്മാർ രാജിവെക്കണ്ടേ? അതുപോലെ മറ്റു പാർട്ടി എവിടെയാണ് കേരളത്തിൽ 0.2%? കേരളത്തിലല്ല പറഞ്ഞത്. ഇപ്പൊ നടന്ന ഇലക്ഷനിൽ തന്നെ നമുക്ക് സാറിന് അറിയാലോ. ഓക്കെ. നമുക്ക് ശ്രീ മുരളി കൂടി ചേരുന്നുണ്ട്, വെഞ്ഞാറമൂട് നിന്നും. ശ്രീ മുരളി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? K. സുരേന്ദ്രന്റെ രാജി ആവശ്യത്തോട് താങ്കൾ അനുകൂലിക്കുന്നോ വിയോജിക്കുന്നോ? നമസ്കാരം സാർ. ഞാനൊരു BJP പ്രവർത്തകനാണ്. ശരി, ഓക്കെ. അപ്പൊ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആധികാരികമായി പറയാം. കാരണം ഈ രാജിവെക്കണോ വെക്കണ്ടേ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ, അതായത് K. സുരേന്ദ്രൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു വക്താവാണ്, നല്ലൊരു വക്താവാണ്. പാർട്ടിയെ എത്രത്തോളം ഉയർച്ചയിൽ എത്തിക്കാൻ കഴിയുമോ അത് എന്റെ കുറെ നാൾ കൊണ്ടേ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ വന്നാൽ പോലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ പ്രതിരോധിച്ച് നിർത്തുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഇനി ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ ശബ്ദം ജനങ്ങൾക്ക് വേണ്ടി കേരള നിയമസഭയിൽ ഉയർന്നു കേൾക്കണം എന്നൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹം തൽക്കാലം ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥിരമായി കേന്ദ്രീകരിച്ച് ആ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹം ജയിച്ചു വരാനുള്ള പ്രയത്നം ചെയ്യാനാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇനി അദ്ദേഹം കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എവിടെയാണോ നിന്ന് ഏതാണ്ട് ഭൂരിപക്ഷം എല്ലാം മറികടന്ന് തുച്ഛമായ ഭൂരിപക്ഷത്തിലെ എതിർ സ്ഥാനാർത്ഥി ജയിച്ച എവിടെയാണോ അവിടെ തന്നെ അദ്ദേഹം നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം വരേണ്ടത്. അദ്ദേഹം വരണം. അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളെ, ഇപ്പൊ മഞ്ചേശ്വരം ഒന്നും നമുക്ക് കേൾക്കാനില്ല, അവിടുത്തെ ഒരു MLA കുറിച്ച് ഒന്നും അറിയപ്പെടുന്നില്ല. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അത്തരത്തിലേക്കുള്ള ഒരു വിജയം ഉണ്ടാവില്ലെന്ന് കണ്ടുകൊണ്ടല്ലോ അദ്ദേഹം സ്വാഭാവികമായും മറ്റ് ലാവണങ്ങൾ തേടാനൊക്കെ ഇരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ള ഒരു മണ്ഡലം ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കാൻ. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കോഴിക്കോട് നിന്നും ശ്രീ മനോഹറാണ്. ശ്രീ മനോഹർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, സുരേന്ദ്രൻ രാജിവെക്കണം എന്നല്ല പറയുന്നത്. സുരേന്ദ്രന്റെ ഈ രാഷ്ട്രീയ പരമായ ഇത് ഒരു സ്വഭാവം ഒന്ന് മാറണം. കാരണം കാര്യമായി ഈ വർഗീയത മാത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ ചെലവാവാത്തൊരു സാധനമാണ്. കുറച്ചൊക്കെ ചെലവായിട്ടുണ്ടാവും, പക്ഷെ രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, മറ്റേ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുക, ഇതൊക്കെ ഒന്ന് മാറ്റി പണ്ട് അല്ല, അങ്ങനെ കേരളത്തിൽ അത് ചെലവാവില്ല എന്ന് താങ്കൾക്കും കൂടി അറിയാവുന്നതല്ലേ? അത് ശരിയാണ്. നമ്മള് ഏതവസ്ഥയിലേക്കാ ഇപ്പൊ തന്നെ ഇലക്ഷൻ തോറ്റ് അടുത്ത പത്രസമ്മേളനം മുനമ്പാണ്. നമ്മൾ മണിപ്പൂരിൽ ഈ രണ്ട് വിഭാഗങ്ങളെ സ്പർദ്ധ വർദ്ധിപ്പിച്ച് ഇപ്പൊ കണ്ടില്ലേ? പിടിച്ചു നിർത്താൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? BJPക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോഴും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക്, അരക്ഷിതമായി കൊല്ലപ്പെടുന്നത്. ഒരു മെയ്റ്റി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെട്ട അതിന്റെ ആ ഭീകര കഥ ഇന്ന് ഞാനിപ്പോ വായിച്ചിട്ടേ ഉള്ളൂ. അത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ തുടരുകയാണ്. ഇന്ത്യയിൽ സമാധാനം കൊണ്ടുവരാൻ ഇത്രയും ആയുധങ്ങളും ഇത്രയും സൈന്യവും ഒക്കെ ഉള്ള ഇന്ത്യ രാജ്യത്തിന് ചെറിയൊരു സംസ്ഥാനത്ത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഇതേ സംഭവമാണ് ഇവർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സമ്പൂർണ്ണ പരാജയമാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ. നിങ്ങൾ വെറുതെ ഒരു 10,000 12,000 വോട്ടിന്റെ കുറവല്ല സംഭവിച്ചത്.
താങ്കൾ പറഞ്ഞ ഗൗരവമേറിയ ഒരു വിഷയം കൂടിയാണ്. പൊതുസമൂഹം കൂടി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയമല്ല എപ്പോഴും വേണ്ടത്. നമുക്ക് ശ്രീ നാണു കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ നാണു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? സാറേ, എനിക്ക് പ്രത്യേക പ്രേം പിന്നെ സുരേന്ദ്രനും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം താൽക്കാലികമായിട്ട്. എന്നിട്ട് ജനങ്ങളുമായിട്ടുള്ള അധികം ബന്ധമുള്ള നേതാവിനെ പ്രസിഡന്റ് ആക്കണം. സുരേന്ദ്രൻ ജനങ്ങളുമായി അധികം ബന്ധമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ബന്ധത്തിന്റെ എന്നാലും ഞങ്ങൾക്ക് നീങ്ങാത്ത ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു ഇതുള്ള ശോഭാ സുരേന്ദ്രനാ. അവർക്കെല്ലാം ജനങ്ങളെ ഒരു സ്റ്റേജിന്റെ മുകളിൽ കാര്യം പ്രസംഗിക്കാനും ജനങ്ങളെ ആവേശിച്ചെടുക്കാൻ നല്ല കഴിവുണ്ട്. സുരേന്ദ്രൻ കഴിവില്ല എന്നല്ല പറയുന്നത്. പൊതുവെ ഈ മെച്ചപ്പെട്ട ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് പറയുന്നത് അല്ലേ? ആ, പിന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ഒരു സ്റ്റേജിന്റെ മുകളിൽ കാര്യമായിട്ട് ജനങ്ങളെ ആകർഷിക്കേണ്ട ഒരു കഴിവെല്ലാം വേണം. അതൊന്നും സുരേന്ദ്രനില്ല. ശരി, അങ്ങനെ ഒന്നും പൂർണ്ണമായി പറയരുത്. അദ്ദേഹം നന്നായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആളൊക്കെയാണ്. എന്നാൽ ഇപ്പൊ ഒരു ഇത് മാറ്റം വേണം. ജനങ്ങളെല്ലാം ബന്ധമുള്ള ഒരാളായിരിക്കണം എന്നറിയാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് ശിവജി ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. അദ്ദേഹത്തോട് കടക്കുന്നതിന് മുമ്പ് ശ്രീ ശിവജി ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ആ ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം. എന്തായാലും ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ് തുടരുന്നത്. ശ്രീ ശിവജി, എന്തായാലും നമ്മൾ ന്യൂസ് 18 പൊതുവേദിയുടെ സമയം ഇന്നു മുതൽ 1 മണിക്കൂറാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. 4 മണി മുതൽ 5 മണി വരെയാണ് ഇന്നു മുതൽ പൊതുവേദി. നമ്മുടെ ഏറ്റവും കൂടുതൽ കാലം ഒരേ സമയത്ത് തന്നെ മാറാതെ നിന്ന പരിപാടിയായിരുന്നു പൊതുവേദി. 4:30 മുതൽ 5 വരെ എന്നുള്ളത് അതിനി 4 മുതൽ 5 വരെയാണ്. എന്തായാലും ശ്രീ ശിവജിക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമുള്ള വിഷയം കൂടിയാവും. എന്തായാലും കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്നും വെക്കണ്ട എന്നും ഉള്ള അഭിപ്രായമുണ്ട്. താങ്കൾ ഇതിൽ ഏത് പക്ഷത്താണ്? ഞാൻ പറയുന്നത് എന്തായാലും 4 മുതൽ 5 വരെ ആക്കിയതിൽ വളരെ നന്ദി. ഞങ്ങൾക്കൊക്കെ അത് ചില സൗകര്യങ്ങളായിട്ടുണ്ട്, അത് നന്ദി അറിയിക്കും. ഈ BJPക്ക് പറ്റുന്ന ഏറ്റവും വലിയ പറഞ്ഞത് ഈ എല്ലാ ചന്തയ്ക്കും പോകരുത്. ഇവിടെ ആളില്ലാണ്ടല്ലോ. കൃഷ്ണകുമാറിനെ പറ്റി മറ്റേ ജില്ലാ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ എല്ലാ മത്സരത്തിലും പുള്ളി തന്നെ മത്സരിക്കണം. ജനങ്ങൾക്ക് കണ്ടൊരു മടുപ്പുണ്ടാവുന്ന ഒരു അവസ്ഥ വരില്ലേ? ആ ശോഭേച്ചി നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ജയിച്ചില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കുട്ടുമായിട്ട് കട്ടയ്ക്ക് നിന്നേനെ എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ മറ്റേ സന്ദീപ് വാര്യരുടെ മാറ്റമൊന്നും അതിൽ ഒതുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എല്ലാ ചന്തയ്ക്കും പോകരുത്. ആളെ മാറ്റി നിർത്തണം, പരീക്ഷിക്കാവല്ലോ. അപ്പൊ നിങ്ങൾ പറയും പക്ഷെ ശോഭാ സുരേന്ദ്രൻ പലയിടത്തും നിന്നല്ലോ എന്ന്. പക്ഷെ ഗ്രാഫില് മുമ്പിൽ നിൽക്കുന്നത് ശോഭേച്ചി തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. BJPയിൽ ഇപ്പൊ അത്രയും പറ്റിയ ഒരു നേതാവ് വേറെ ഇല്ലെന്ന് വേണേൽ പറയാം. തന്നെയല്ല ശോഭാ സുരേന്ദ്രന്റെ ഗ്രാഫ് ഉയർന്നാണ്. അവർ മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം BJPക്ക് എടുത്തു പറയാവുന്ന ഒരു സ്ത്രീയായിട്ടൊരു നേതാവ് ഉള്ളത് ശോഭേച്ചി മാത്രമേ ഉള്ളൂ ഈ കേരളത്തിൽ. ശരിയല്ലേ? അവരെ പരമാവധി BJP നിയമസഭയുടെ വിടാൻ നോക്കാനുള്ള കുറഞ്ഞ വോട്ടുള്ളിടത്തെല്ലാം അവർ മത്സരിച്ചിടത്തെല്ലാം BJPയുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കുതിച്ചാട്ടം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് തന്നെ അങ്ങനെ കൂട്ടിയത് ശോഭാ സുരേന്ദ്രൻ 10 വർഷം മുമ്പ് മത്സരിക്കുമ്പോഴാണ് ആദ്യമായി ഈ വോട്ടിംഗ് ശതമാനം വന്ന് 40,000-ലേക്ക് എത്തിക്കുന്നത്. അത് മനസ്സിലാക്കാതെ BJP കളിക്കുന്ന ഈ കളിയാണ് BJPയുടെ പരാജയത്തിന് മെയിൻ കാരണം. മറ്റ് പല കാരണങ്ങൾ രാഷ്ട്രീയപരമായിട്ടുണ്ടാവും, അത് രാഷ്ട്രീയത്തിലുണ്ടാവും. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു മെയിൻ കാര്യം തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വ്യക്തിയാണ്. ചാനൽ ചർച്ചകളുടെ കണ്ട് വ്യക്തിപരമായിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹം ജയിക്കട്ടെ. അദ്ദേഹം എന്തായാലും നിയമസഭയിൽ നല്ലൊരു സാമാജികനായിരിക്കും തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് പാലക്കാട് നിന്നും ശ്രീ ബാലൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ബാലൻ, താങ്കൾ ഈ പാലക്കാട് മണ്ഡലത്തിൽപ്പെടുന്ന ആളാണോ? അല്ലല്ല, പാലക്കാടിന്റെ പടിഞ്ഞാറ് ഭാഗമാണ്. പാലക്കാട് അത്യാവശ്യം വിവരങ്ങളൊക്കെ അറിയുന്ന ആളാണ് പാർട്ടിക്ക്. ശരി, ഓക്കെ. പാലക്കാട് അന്നേരം എവിടെയാണ്? ഈ പണ്ടരത്തിലല്ല, പുറത്താണല്ലേ? അല്ലല്ല, എന്റെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുട്ടനാട് വരും, തൃത്താല. ശരി, തൃത്താലയിലാണല്ലേ? ഓക്കെ, ശരി. എന്തായാലും താങ്കൾ പാലക്കാടിന്റെ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളായിരിക്കുമല്ലോ. പാലക്കാടൊക്കെ അത്യാവശ്യം കണക്ഷൻ ഉള്ളത് എല്ലാ. ശരി, ഓക്കെ. അപ്പൊ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവായിരുന്നോ ഈ അവിടെ BJPക്ക് ഇത്രയും വോട്ട് പറയാൻ കാരണം? നമ്മുടെ ടോപ്പിക്ക് സുരേന്ദ്രൻ മാറണമെന്നല്ലേ? അതെ അതെ അത് തന്നെ. സുരേന്ദ്രൻ മാറേണ്ട കാര്യമില്ല. ശരിക്കും സുരേന്ദ്രനാണ് ശരിക്കും ഒരു കൂടുതൽ ഇപ്പൊ ശരിക്കും ഒരു ശബരിമല വോട്ട് തൊട്ട് ഒരു 19-20 തൊട്ടും കിട്ടെ പാർട്ടിക്ക് കൂടുതൽ ഗ്രിപ്പ് കൊടുക്കുന്നത് സുരേന്ദ്രനാണ്. പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ശരിയാണ്. പക്ഷെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ചേലക്കരയിൽ വോട്ട് കൂടിയിട്ടുണ്ട്, ബാലകൃഷ്ണന് വോട്ട് കൂടിയിട്ടുണ്ട്, ധാരാളം വോട്ട് കൂടിയിട്ടുണ്ട്. പാലക്കാട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ശരിക്കും പറയത്തല്ല ഒരു ഉൾപാർട്ടി ജനാധിപത്യം നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും താഴെത്തട്ടിലേക്ക്. അത് മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ചില പ്രശ്നങ്ങൾ, അവിടെ മാലിന്യം നീക്കുന്നതിന് ഫീസ് ഏർപ്പെടുത്തി, അങ്ങനെ ചില പ്രശ്നങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതല്ല ഇപ്പൊ വെറുതെ ഇപ്പൊ ശരിക്കും എന്നാലും കട്ടക്ക് പിടിച്ചാൽ ജയിക്കാമായിരുന്നു. അതാണ് പിന്നെ കലക്കിയിട്ട് കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.
ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നം കൂടി ഉണ്ട്. ഒരു കമന്റ് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നമ്മുടെ ഈ CPM നമ്മുടെ രാഹുലിന് പരമാവധി ആക്ഷേപങ്ങൾ തെരഞ്ഞെടുത്തിരുന്ന എല്ലാം തെരഞ്ഞെടുക്കും. ഒരു പെണ്ണ് കേസും കൂടി വന്നിട്ടുണ്ടെങ്കിൽ രാഹുലിന് ഒരു 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും അത് മാത്രമേ പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് അർത്ഥമില്ലാത്ത ഭാഷ പറഞ്ഞത് തോന്നണ്ടോ? കാരണം അത് മാത്രമേ പറയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ പേരില്. ശരി. അപ്പോൾ ആർക്കാലും ഒരാൾക്കെതിരെ ആ തരത്തിലേക്ക് ആക്രമണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടാൽ ജനം അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സാധാരണ ഇതിലുണ്ടാകുന്നത്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളും സ്ഥിരമായി വിളിക്കുന്ന ഒരു പ്രേക്ഷകനാണ്, നമ്മുടെ പൊതുവേദിയുടെ പ്രിയപ്പെട്ട ഒരാളാണ്. താങ്കൾക്കും അടക്കം നമ്മുടെ പൊതുവേദി ഇന്നു മുതൽ 1 മണിക്കൂറാക്കുകയാണ്. 4 മുതൽ 5 വരെയാണ്. 4:30 മുതൽ 5 എന്നുള്ളത് മാറ്റി നമ്മൾ 1 മണിക്കൂറാക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കാനും കിട്ടാനും ഒക്കെയുള്ള അവസരം കൂടുതൽ പേർക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ വിഷയം ഇന്നത്തെ അറിഞ്ഞല്ലോ, കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? അതെ, ആദ്യമായിട്ട് ജനകീയ ചാനൽ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങളൊക്കെ സാധാരണ മേഖലയിലൊക്കെ ന്യൂസ് 8-നെ കുറിച്ച് പറയാറുണ്ട്. മറ്റെല്ലാ ചാനലുകളും അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊള്ളണം, ജനങ്ങൾക്ക് പറയാൻ വേദിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ന്യൂസ് 8. ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാനൊരു വേദി ഉണ്ടാക്കിയ ഒരേ ഒരു ചാനൽ ന്യൂസ് 8-നാണ്. അത് 1 മണിക്കൂർ ആക്കിയ ഈ വേളയിൽ ന്യൂസ് 8-നെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിച്ചത്. നമ്മൾ പറയുന്നത് മാത്രം കേട്ടാൽ പോരല്ലോ, ജനങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കണമല്ലോ. ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങളെടുത്ത വിഷയം തന്നെ വളരെ, നമ്മളെ ബൈ ഇലക്ഷൻ കഴിഞ്ഞു, കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളെടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉൾപാർട്ടി ജനാധിപത്യം, അവരുടെ വിഷയമൊക്കെ ചർച്ചയാക്കി എടുത്തതിൽ ആദ്യമായിട്ട് നമ്മൾ അതിനെ പ്രത്യേകം താല്പര്യം അറിയിക്കണം. അതുപോലെ തന്നെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. സുരേന്ദ്രൻ മാറുമോ എന്നുള്ളത് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു മാറണ്ട എന്ന്. ഒരു പാർട്ടിയുടെ അന്തിമ തീരുമാനം, ഒരു വിഷയത്തിൽ ഒരു പാർട്ടിയുടെ അന്തിമ തീരുമാനം എടുക്കുന്നത് അവരുടെ ഉപരി കമ്മിറ്റിയാണ്. അപ്പൊ ആ ഉപരി കമ്മിറ്റി എന്നുള്ളതിലേക്ക് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു സുരേന്ദ്രൻ മാറണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു മാറത്തില്ല. വ്യക്തമായ അഭിപ്രായത്തിലേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല, അങ്ങനെ ഒരു ഔദ്യോഗിക അഭിപ്രായം വന്നിട്ടുമില്ല. എനിക്ക് പറയാനുള്ള തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BJPയുടെ ആഭ്യന്തര കാര്യത്തിൽ നമുക്ക് പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരു പരിധിക്ക് അപ്പുറം സംസാരിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കൂ, അടക്കം അറിയാമല്ലോ, ശബരിമല വിഷയം തൊട്ട് ഇങ്ങോട്ട് എന്തെല്ലാം അനുകൂല ഘടകങ്ങൾ എന്ന് പ്രചരിപ്പിച്ച് BJP എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന ഫലം അവർക്ക് കാണാത്തത് എന്ന് ഈ 2 ദിവസമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. പരസ്പരം അംഗീകരിക്കാത്ത നേതാക്കന്മാർ, പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ വരാത്തവർ, അവിടെയൊക്കെയാണ് ഇടതുപക്ഷം വ്യത്യസ്തമാകുന്നത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും പൊതുവേദിയിൽ പറയാതെ, ആ പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കാതെ തെരുവിൽ വിളിച്ചു പറയുന്ന തരത്തിലേക്ക് 2 ദിവസമായിട്ട് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായി കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് വിഷയം. എന്ത് ഗിമ്മിക്കുകൾ സുരേന്ദ്രനിൽ ആര് വന്നെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ അവർക്ക് യാതൊരു റിസൾട്ടും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിനു വേണ്ടി വഴിയെ പോയവരെല്ലാം ഗവർണറായി, കേന്ദ്രമന്ത്രിമാരായി, ആജീവനാന്തം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട. പ്രത്യേകം നന്ദി. നമുക്ക് മറ്റു പ്രേക്ഷകർ പോകേണ്ടതുണ്ട്. പാലക്കാട് നിന്നും റെജീനയാണ്. ശ്രീമതി റെജീന, താങ്കൾ ഈ പാലക്കാട് കോൺസ്റ്റിറ്റ്യുൻസി തന്നെ, ഈ നിയമസഭാ കോൺസ്റ്റിറ്റ്യുൻസി പെടുന്ന ആളാണോ? അതെ 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 സർ. ശരി. അപ്പോൾ എന്തായാലും അവിടുത്തെ ഇപ്രാവശ്യം അവിടെ BJP വലിയ പോരാട്ടമൊക്കെ നയിച്ചിട്ട് BJP കഴിഞ്ഞ തവണ മേടിച്ച വോട്ട് പോലും വാങ്ങാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 3-4 തവണയേക്കാൾ കുറവാണ് വോട്ട് കിട്ടിയത്. ഇത് കെ സുരേന്ദ്രന്റെ പരാജയമായി വിലയിരുത്തുകയും കെ സുരേന്ദ്രൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു കൂടുതൽ പൾസ് അറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം രാജിവെക്കേണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം. എന്താന്ന് പറയട്ടെ സാർ, ഇപ്പോഴത്തെ BJPയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അദ്ദേഹം രാജിവെക്കണ്ട. മതപരമായ കാഴ്ചപ്പാട് കൊണ്ട് എന്നും രക്ഷപ്പെടാനും കേരളത്തിലെ BJPക്ക് പറ്റില്ല സാർ. അത് കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ് അല്ലേ? അതിന് നമുക്ക് വയനാടിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ബോധ്യമായിട്ടില്ല സാർ. BJPയുടെ ഈ ഒരു അവഗണന എന്ന് പറയുന്നത് ഒരു തീരെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെല്ലാം കാര്യങ്ങളും പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ സംസാരിച്ചു, വാഗ്ദാനം കൊടുത്തു, ആൾക്കാർ. പിന്നെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പിന്നെ
ഈ UDF-ന്റെ വിജയം എന്ന് പറയുന്നത് എല്ലാ വർഗീയവാദികളുടെയും വോട്ട് പിടിച്ച് താൽക്കാലിക വിജയത്തിന് വേണ്ടി നടത്തുന്ന ഈ അപകടകരമായ കളിയുണ്ടല്ലോ, അത് നാടിന് പറഞ്ഞാൽ ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം കളികളൊക്കെ കളിച്ചിട്ടുള്ളവരല്ലേ? കേരളത്തിൽ ഏത് മുന്നണിക്കാണ് ഇതിൽ മാറി നിൽക്കാൻ കഴിയുക? അത് പറഞ്ഞു സാർ പ്രേക്ഷകരോട് അതെങ്ങനെയാണ് ശ്രീ റെജീന ഈ ആരോപണം ഉന്നയിക്കുന്നു പറയാ? കേരളത്തിലെ രണ്ട് മുന്നണിയും ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും LDF ആയാലും UDF ആയാലും കാലാകാലം ഒരിക്കലും പറഞ്ഞിട്ടില്ല വർഗീയവാദികളുടെ വോട്ട് വേണ്ടാന്ന് വി.ഡി. സതീശൻ ഒരിക്കലും ഈ രണ്ട് മുന്നണികളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മുന്നണികളും പല കാലങ്ങളിലായി ഉയർത്തി നിന്ന് പറയാം. ഇല്ല, ഈ രണ്ട് മുന്നണികളും ഇടതു മുന്നണിയും വാങ്ങിയിട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം വോട്ടുകൾ? നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ ഈ വർഗീയവാദികളുടെ വോട്ട് വേണ്ടാന്ന് ഒരിക്കലും UDF-ന്റെ ആരും പറഞ്ഞിട്ടില്ല. അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വർഗീയവാദികൾ ഇപ്പോൾ ഉദ്ദേശിച്ചത് ഏത് പാർട്ടിയാണ്? എന്താ താങ്കൾ ഉദ്ദേശിച്ചത് ഏത് പാർട്ടിയാണ് ഉദ്ദേശിച്ചത്? ഞാൻ ഏത് പാർട്ടിയാണ്? അല്ലെന്ന് ഏത് പാർട്ടിയെ ഉദ്ദേശിച്ചാണ് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞില്ല? നമ്മളിപ്പോ പാലക്കാട് ഈ UDF സ്ഥാനാർത്ഥി ജയിച്ചതും ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ എല്ലാം. ശരി, ഓക്കെ. എന്തായാലും പറയുന്നു കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ അങ്ങനെ താങ്കൾ പറയുന്ന നിലപാടൊക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ രണ്ട് മുന്നണിയും പല കാലങ്ങളിലും ഈ താങ്കൾ പറഞ്ഞ പാർട്ടികളുമായിട്ടും ആ സഖ്യങ്ങളുമായിട്ടും അവരുമായിട്ടും ഒക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളവരാണ്. അത് സ്ഥാപിക്കാതെ ഇരിക്കുക എന്നുള്ളത് ഓരോ പാർട്ടിയുടെയും നിലപാടിൻ്റെയൊക്കെ ഭാഗമാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, കൊല്ലത്ത് നിന്നും ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയാം, കെ സുരേന്ദ്രൻ ഒരിക്കലും രാജിവെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കാത്തിരിക്കുക 50 രൂപയുടെ പെട്രോളും 300 രൂപയുടെ ഗ്യാസിനും വേണ്ടിയിട്ട്. അതും കൂടെ തന്നിട്ട് അദ്ദേഹം രാജിവെച്ചോട്ടെ. ഇപ്പോഴും 50 രൂപയ്ക്ക് അടിക്കാം, 1 ലിറ്റർ തേച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അതെ, അത് 1 ലിറ്ററിന്റെ കാര്യമായിരുന്നല്ലോ അന്ന് പറഞ്ഞത്. അതും കൂടെ കിട്ടിയിട്ട് രാജിവെച്ചോട്ടെ പുള്ളി. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. എറണാകുളത്ത് നിന്നും ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അങ്ങനെ ശ്രീ ദിവാകരൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ന്യൂസ് 18 പൊതുവേദിയിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കെ സുരേന്ദ്രൻ രാജി ആവശ്യപ്പെട്ട് പറഞ്ഞവരും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ രാജി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ വിഷയങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നവരുണ്ട്. BJP അല്ലാത്ത ആളുകൾ മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞവരുമൊക്കെ ഉണ്ട്. എന്തായാലും ന്യൂസ് 18 പൊതുവേദി ഇന്നു മുതൽ 1 മണിക്കൂറാണ്, 4 മണി മുതൽ 5 മണി വരെയാണ്. കൂടുതൽ പ്രേക്ഷകർക്ക് സംസാരിക്കാനും കൂടുതൽ പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം കൂടിയാണ്. മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകരോട് മാത്രം ആങ്കർമാർ പറയുക എന്നത് മാത്രമല്ല, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ജനങ്ങൾ കേൾക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ 7 വർഷമായി തുടരുന്നത്. അതിൻ്റെ സമയമാണ് ഇപ്പോൾ 1 മണിക്കൂറായി വർദ്ധിപ്പിച്ചത്. എന്തായാലും നാളെയും 4 മണി മുതൽ 5 മണി വരെ ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. കോട്ടിട്ട് കണ്ടല്ലോ കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ തന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകാണ്ട് ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. എന്നെ പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിലിരുന്നപ്പോഴാണ് ഞാൻ അവാർഡ് പ്രഖ്യാപിച്ചു. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. Pittapillil Agencies presents News 18 Keralam Diya Digital Influencer Award 2024, powered by Amrit Veni, co-powered by Ponkadir and Reliance Industries Limited. Special partners Maharani Wedding Collections, Petra Steel Doors and Vinco's Curry Powder. Travel partner Switrus Holidays Private Limited. In association with Urban Gramin Society Gold Loan, Swarnamukhi Gold and Diamonds, Shri Mati, Sunitra Mattresses and MyG Future.